വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ രുചി ആൻഡ് ഹോം. അപ്പോൾ നമുക്ക് ഒരു 1.5 കിലോൻ്റെ ഒരു അടിപൊളി ബിരിയാണി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ. സോ ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. ആദ്യം നമുക്ക് ഓയിൽ ഒന്ന് ചൂടാക്കിയിട്ട് അതിലേക്ക് ഗീ ചേർത്തിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കാം. എന്നിട്ട് അതിലേക്ക് 2 ഉള്ളി ഫ്രൈ ചെയ്തിട്ട് കോരി മാറ്റിയെടുക്കുക. എന്നിട്ട് അതേ എണ്ണയിലേക്ക് തന്നെ ക്യാരറ്റ് ഒന്ന് ചെറുതായി അരിഞ്ഞതും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇത് രണ്ടും എണ്ണയിൽ നിന്ന് കോരി മാറ്റിയെടുക്കുക. ഈ ടൈമിൽ അണ്ടിപ്പരിപ്പൊക്കെ ഫ്രൈ ചെയ്ത് മാറ്റിവെക്കുക. ഞാൻ ബിരിയാണിയിൽ അണ്ടിപ്പരിപ്പ് യൂസ് ചെയ്യുന്നില്ല, കാരണം ഇവിടെ എപ്പോഴും അത് ആർക്കും ഇഷ്ടപ്പെടാറില്ല ബിരിയാണിയിൽ ഇടുമ്പോൾ. സോ ഈ ടൈമിലാണ് അതും ചെയ്യേണ്ടത്. ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതിൻ്റെ എണ്ണ നമുക്ക് മാറ്റി വെക്കുക, അത് ആവശ്യമുണ്ട്. പിന്നെ നമ്മൾ ബിരിയാണി വെക്കാനുള്ള പോട്ടിലേക്ക് സൺഫ്ലവർ ഓയിലും നെയ്യും ചേർത്തിട്ട് ചൂടാക്കുക. ചൂടായതിന് ശേഷം കുറച്ച് ജീരകം, വലിയ ജീരകവും ചെറിയ ജീരകവും പട്ടാപ്പൂവ് അങ്ങനെയുള്ള സ്പൈസസ് ഒക്കെ ചേർക്കുക. പിന്നെ അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും അതുപോലെ 2 പച്ചമുളകും ഗ്രേറ്റ് ചെയ്ത് ചേർത്തെടുക്കുക. ഞാനിവിടെ 2 പച്ചമുളക് യൂസ് ചെയ്തിട്ടുള്ളൂ. ഇവിടെ ആർക്കും എരിവ് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ എത്ര പച്ചമുളക് യൂസ് ചെയ്യാം. കുറച്ച് അണ്ടിപ്പരിപ്പ് നമുക്ക് വെള്ളത്തിലിട്ട് സോക്ക് ചെയ്തെടുക്കാം. ഇനി നമ്മൾ എണ്ണയ്ക്ക് ഒരു 6 വലിയ ഉള്ളി, 1 കിലോന് ബിരിയാണിക്ക് ഒരു 6 ഉള്ളിയൊക്കെയാണ് യൂസ് ചെയ്യേണ്ടത്. അത് നമ്മൾ എണ്ണയിലിട്ട് അന്നൊന്ന് വഴറ്റിയെടുക്കാം. വലിയ ഉള്ളിയാണെങ്കിൽ, നല്ല സൈസിലുള്ള ഉള്ളിയാണെങ്കിൽ 5 യൂസ് ചെയ്താൽ മതി. ഇതിൻ്റെ മീഡിയം സൈസുള്ളതായതുകൊണ്ട് ഞാൻ 6 യൂസ് ചെയ്യുന്നുണ്ട്. ഉള്ളി ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായി വാടിയതിന് ശേഷം മാത്രം നമ്മൾ തക്കാളി ഇട്ടിട്ട് ഒന്ന് മൂടി വെക്കുക. പ്രത്യേകം ശ്രദ്ധിക്കണം, ഉള്ളി നന്നായി വാടി കഴിഞ്ഞാൽ നമ്മുടെ ബിരിയാണിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മുടെ തക്കാളിയും നല്ല വേവണം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ബിരിയാണിയിൽ ഇങ്ങനെ കട്ട് പീസായിട്ട് കിടക്കും. അങ്ങനെ കിടക്കുമ്പോൾ ബിരിയാണിൻ്റെ ടേസ്റ്റ് കുറയും. ഇതൊക്കെ ഇതിൽ അലിഞ്ഞു ചേരുന്ന രൂപത്തിലാവണം. അതിനുശേഷം നമ്മൾ സോക്ക് ചെയ്ത് വെച്ച കാഷ്യൂ, അതുപോലെ തന്നെ അതിലേക്കൊരു 2 ടേബിൾ സ്പൂണ് തേങ്ങയും കൂടെ ചേർത്തിട്ട് അരച്ച് വെച്ചത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അതുപോലെ നേരത്തെ ഫ്രൈ ചെയ്ത ഉള്ളിൽ നിന്ന് കുറച്ച് മാറ്റി വെച്ചിട്ട് നമ്മളത് പൊടിക്കുക. അത് പൊടിച്ചതിന് ശേഷം അതും ഇതിലേക്ക് ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ അതിലേക്ക് ഗരം മസാല, കുരുമുളക് പൊടി, അതുപോലെ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് മിക്സ് ചെയ്യുക. മഞ്ഞൾപ്പൊടി കുറച്ച് ചേർക്കാൻ പറ്റുള്ളൂ, അതിന് ഇല്ലെങ്കിലും കുഴപ്പമില്ല. അത്രയും കുറച്ച് ചേർക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി നമുക്ക് പുതിന, അതുപോലെ മല്ലിച്ചപ്പ് ചെറുതായി അരിഞ്ഞതൊന്ന് ഇട്ട് കൊടുക്കുക. അതേപോലെ തന്നെ ബിരിയാണി ഓലയും അതിലേക്ക് അങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്ന് മൂടി വെക്കുക. ഇനി അതൊന്ന് തുറന്നതിന് ശേഷം ഒരു ഡ്രോപ്പ് പൈനാപ്പിൾ എസൻസും അതുപോലെ തന്നെ 2-3 ഡ്രോപ്പ് ബിരിയാണി എസൻസും ചേർത്ത് കൊടുക്കുക. ഇത് തികച്ചും ഓപ്ഷണലാണ്. പൈനാപ്പിൾ എസൻസ് ഒറ്റ ഡ്രോപ്പിൽ കൂടാനേ പാടില്ല, അതൊറ്റ ഡ്രോപ്പ് മാത്രമേ യൂസ് ചെയ്യുക. ബിരിയാണി എസൻസ് വേണമെങ്കിൽ 2-3 യൂസ് ചെയ്യുക. ഇത് രണ്ടും ഓപ്ഷണലാണ്. ബിരിയാണി എസൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ബിരിയാണിക്ക് നല്ല ടേസ്റ്റ് തന്നെ കിട്ടും. അപ്പോൾ അത് ഉണ്ടെങ്കിൽ മാത്രമേ യൂസ് ചെയ്യുക. ഇനി നമുക്ക് നമ്മുടെ ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് അതിലേക്ക് ഒരു ഫുൾ ചിക്കനാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്, ഒരു വലിയ ഫുൾ ചിക്കന്. അതൊന്ന് ചെറിയ ബിരിയാണി പീസാക്കി ഇട്ടത് അത് ഇതിലേക്ക് ഇട്ടിട്ടൊന്ന് മൂടി വെക്കുകയാണ് ചെയ്യുന്നത്. ഇതൊന്ന് നന്നായി വേവണത് വരെ ഇതൊന്ന് മൂടി വെക്കാം. ഇനി ചിക്കൻ ഒന്ന് വേകുമ്പോഴേക്കും നമുക്ക് നമ്മുടെ റൈസ് റെഡിയാക്കാം. അതിനായിട്ട് 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളമാണ് നമുക്ക് വേണ്ടത്. അത് നമ്മൾ കുക്കറിലേക്ക് ഒന്ന് 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി വെള്ളം ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ അതിലേക്ക് ഉപ്പ്, അതുപോലെ സൺഫ്ലവർ ഓയിൽ, നെയ്യ്, നേരത്തെ ഉള്ളി ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ഓയിൽ കുറച്ച്, പിന്നെ അതുപോലെ ചെറുനാരങ്ങൻ്റെ നീര് അല്ലെങ്കിൽ വിനാഗിരി ഒഴിച്ചാലും മതി. എന്നിട്ട് നമ്മൾ അരിയും കൂടി ഇട്ടിട്ട് ഒരു 2 വിസിൽ വരെ ഒന്ന് വേവിക്കുക. ഇനി നമുക്ക് നമ്മൾ റൈസ് 2 ലെയർ ആക്കണം. അപ്പോൾ ആദ്യത്തെ ലെയറിൽ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത സാധനങ്ങളൊക്കെ ഇട്ട് കൊടുക്കുക. അതുപോലെ അതിൻ്റെ മുകളിൽ മല്ലിച്ചപ്പും പുതിനൊക്കെ ഫ്രൈ ചെയ്തതും അതിൻ്റെ ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ നെക്സ്റ്റ് ലെയറിലുള്ള ചോറ് മുകളിലായിട്ട് ഇട്ട് കൊടുക്കുക. ഈ ഉള്ളിയൊക്കെ ഫ്രൈ ചെയ്ത് ഇട്ട് കൊടുക്കൽ ഓപ്ഷണലാണ്, പക്ഷേ ഇതൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ നമ്മുടെ ബിരിയാണി നല്ല ടേസ്റ്റി ആവും. പിന്നെ ഇത് നല്ല ഫ്രൈ ചെയ്തെടുക്കാമെന്നിരിക്കുക, കാരണം അത് കരിഞ്ഞു പോയാൽ അതിൻ്റെ ടേസ്റ്റ് തന്നെ മാറും. ഇനി നമ്മൾ സെക്കൻഡ് ലെയർ സെറ്റ് ചെയ്യാൻ അതേപോലെ തന്നെ റിപ്പീറ്റ് ചെയ്യുക. അതുപോലെ കുറച്ച് നെയ്യും അതുപോലെ ഈ പാലിലേക്ക് കുറച്ച് ബിരിയാണി എസൻസും കൂടി ഒഴിച്ചിട്ട് അത് മിക്സ് ആക്കിയിട്ട് അതും അതിൻ്റെ മുകളിലൊന്ന് ഒഴിച്ചെടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്ന് മൂടി വെക്കുക. നമ്മുടെ ബിരിയാണി ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഭയങ്കര ടേസ്റ്റിയാണ് ഇതുപോലെ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ. ഞാനിവിടെ ഓപ്ഷണലായി പറഞ്ഞ സാധനങ്ങളൊക്കെ പരമാവധി ആഡ് ചെയ്യാൻ ശ്രമിക്കുക. അതൊക്കെ ആഡ് ചെയ്യുമ്പോൾ തന്നെ നമ്മളെ ബിരിയാണിൻ്റെ ടേസ്റ്റ് നന്നായിട്ട് കൂടും. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ബിരിയാണി ഉണ്ടാക്കി വെക്കുക. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളായി വിചാരിക്കണം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ വരുന്നത് വരേക്കും സീ യു.